ക്വാറികൾ മൂലം ജീവിതം ദുരിതത്തിലായവരാണ് പത്തനംതിട്ട കോന്നി പഞ്ചായത്തിലെ 6-7 വാർഡ് നിവാസികൾ. എന്നാൽ ഇതേ സ്ഥലത്ത് വീണ്ടും മറ്റൊരു ക്വാറി ആരംഭിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. കോന്നി പഞ്ചായത്തിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് ക്വാറി തുടങ്ങുന്നത് എന്ന ആരോപണമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. ഈ നീക്കത്തിനെതിരെ ജനകീയ സമരവുമായി മുന്നോട്ടു പോവുകയാണ് നാട്ടുകാർ. ശകലം വെള്ളം കുടിക്കാനൊക്കെ ആ വെള്ളം കുടിച്ചാൽ ഉടനെ എല്ലാവർക്കും വയറ്റിളൊക്കെ ഛർദിലുമാണ്. പിന്നെ ശരീരം മുഴുവനും ചൊറിഞ്ഞു പൊട്ടുക. ഞങ്ങൾ ലോൺ എടുത്ത് വീട് വെച്ചതാണ് കേട്ടോ. കഷ്ടപ്പെട്ടൊരു ആഗ്രഹം കൊണ്ടൊരു വീട് വെച്ചതാണ്. ഇപ്പം അവിടെ ശക്തമായിട്ട് അത് പൊട്ടുമ്പം നമ്മുടെ വീട് കുലുങ്ങും. എന്ത് ചെയ്യാൻ ഒരുപാട് വീട്ടുകാർ അവിടെ നിന്ന് പോയി. ഞങ്ങൾ അവിടെ കിടന്നേ പറ്റത്തുള്ളൂ. 5 ഷീറ്റ് കിട്ടും, അല്ലെങ്കിൽ 10 ഷീറ്റ് കിട്ടും. ഞങ്ങൾ അതുകൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത്. നിലവിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ക്വാറികൾ തന്നെ വലിയ ഭീഷണിയാണ് പ്രദേശവാസികൾക്കുണ്ടാക്കുന്നത്. ഇതിനിടെയാണ് മറ്റൊരു ക്വാറിയുടെ പ്രവർത്തനം പ്രദേശത്ത് ആരംഭിക്കാനുള്ള നീക്കം നടക്കുന്നത്. അതിനു മുന്നോടിയായി ജനങ്ങളുടെ ആശങ്കകൾ അറിയാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പബ്ലിക് ഹിയറിംഗ് നടന്നു. ചെങ്കളം പാറമടയാണ് ഇപ്പോൾ നിലവിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ചെങ്കളം പാറമട കൊണ്ട് ഞങ്ങളുടെ കുടിവെള്ളം, വീടുകൾ, വന്യജീവി ശല്യം, പിന്നീട് ഒരു വിധത്തിലും മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ വാർഡിൽ നിന്ന് ഒരു 50 പേരോളം ഇന്നിവിടെ പങ്കെടുത്തു. ഈ 50 പേരിൽ 95% നോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, ഞങ്ങൾക്ക് അങ്ങോട്ട് പാറമട അവിടെ വേണ്ട. കാരണം ഞങ്ങൾക്ക് അടുത്തൊരു മുണ്ടക്കയ്യോ ഒരു ചൂരൽമലയോ ആകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പ്രദേശത്തെ ക്വാറികളെല്ലാം നിയമവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. സകല നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും പഞ്ചായത്തിന്റെ സഹായമുണ്ടെന്നും ആരോപണം. കണ്ണന്താനത്തിന്റെ പാറമട എന്ന് പറയുന്നത് ഇപ്പോൾ ഇവർ ഉദ്യോഗസ്ഥർ പറഞ്ഞ പോലെ നിയമാനുസരണമാണെന്ന് പൊട്ടിക്കുന്നത് എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ കഴിഞ്ഞ 2015 അവർ പൊട്ടിച്ച പാറയുടെ അളവ് 1 കോടി രൂപയ്ക്കടുത്ത് റോയൽറ്റി ഒരു നിയമപരമായിട്ടുള്ള പേപ്പർ കൊടുത്തിട്ടുണ്ട്. അത് എത്ര രൂപ അടച്ചു എന്നുള്ളതോ അല്ലെങ്കിൽ അതിൽ അടച്ചിട്ടാണോ അവർ പെർമിഷൻ കൊടുത്തിട്ടുള്ളതോ എന്നറിയത്തില്ല. 2015 അടയ്ക്കേണ്ട പൈസയാണിത്. അതിനുശേഷം ഇപ്പോൾ അവർ പൊട്ടിച്ചിരിക്കുന്നത് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്ററോളം താഴ്ച പൊട്ടിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഈ 3-ാം തീയതി വന്ന മലിനീകരണ ബോർഡ് ഉദ്യോഗസ്ഥരെ ഞാനത് കാണിച്ച് അവർ ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പോൾ പ്രവർത്തിക്കുന്ന ക്വാറികൾ തന്നെ നിർത്തലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ ശ്രമം നടക്കുന്നതാകട്ടെ മറ്റൊരു ക്വാറി കൂടി പ്രദേശത്ത് കൊണ്ടുവരാനും. നിലവിലുള്ള ക്വാറികളെ നിർത്തലാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പുറത്ത് പിന്നെ ഒരു ക്വാറിയും കൂടെ വരുന്നെന്ന് പറയുന്ന അത് ഞങ്ങൾക്ക് ഒട്ടും സഹിക്കത്തില്ല. പിന്നെ എല്ലാവരും വിറ്റുകൊണ്ട് പോയവർ, അവരുടെ ശല്യം കൊണ്ട് വിറ്റുകൊണ്ട് പോയവർ വീണ്ടും പറയുക ഇനി ഒരു ക്വാറിയും കൂടെ വന്നാലും അവർക്ക് പിന്നെയും വിറ്റിട്ട് പിന്നെയും പോകാനായിരിക്കാം അവരത് പറയുന്നത്. പഞ്ചായത്ത് ഒരിക്കലും ഞങ്ങൾക്ക് അനുകൂലമായിട്ടല്ല ഇടപെടുന്നത്. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ. ഇപ്പം പൊതുവിൽ 7 എണ്ണം ഉണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. പ്രധാന കാരണം ഈ ഡൈനാമിറ്റ് പൊട്ടുന്ന പോലെയുള്ള സൗണ്ടാണ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. കുഞ്ഞുങ്ങളാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ളവർക്കെല്ലാം ശ്വാസം മുട്ടലാണ്. ഇതിൻ്റെ മാലിന്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ് ജനപ്രതിനിധികൾ കാണാൻ വരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ക്വാറി പ്രവർത്തിക്കുന്നത് മൂലമുണ്ടാകുന്ന ദുരിതങ്ങളൊന്നും തന്നെ ജനപ്രതിനിധികൾ കാണുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. വെള്ളം കിട്ടാൻ മാർഗമില്ല. അതുപോലെ ഈ ജലസംഭരണി പോലെ ഈ വെള്ളമെല്ലാം ഈ പാറമടകൾക്കുള്ളിൽ കെട്ടിക്കിടന്ന ഏത് സമയത്തും ഒരു ജലബോംബായി മാറാനുള്ള സംവിധാനം ഉണ്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം തന്നെ കഴിഞ്ഞ മഴയ്ക്ക് വെള്ളം പൊങ്ങിയിട്ട് അതിൻ്റെ കൂടി ഇവർ ഈ വെള്ളം മോട്ടർ വെച്ചടിച്ച് അതുകൂടി തുറന്നു വിട്ട് ഈ പൈനാമൺ പ്രദേശത്ത് മൊത്തം വെള്ളപ്പൊക്കം സൃഷ്ടിക്കാൻ ഇവർ ശരിക്കും പറഞ്ഞാൽ കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു വെള്ളപ്പൊക്കം, അങ്ങനെ അപകടകരമായ ഒരു അവസ്ഥയുണ്ടായി. അപ്പം എല്ലാ ജനങ്ങളും ഭീതിയിലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ പാറമട അനുവദിക്കാൻ ഇവരുടെ നാട്ടുകാർ അനുവദിക്കത്തില്ല. അവർ ശക്തമായി തന്നെ പ്രതിഷേധിക്കുന്നു. കോന്നി പഞ്ചായത്തിലെ 7-ാം വാർഡിൽ നിലവിൽ 7 ക്രഷർ യൂണിറ്റുകളാണുള്ളത്. 8ാമതൊരെണ്ണം കൂടി വരാനുള്ള നീക്കമാണ് നിലവിൽ നടക്കുന്നത്. വലിയൊരു ദുരന്തം ഇവരെ കാത്തിരിക്കുന്നെന്ന ആശങ്കയാണ് പ്രദേശവാസികൾക്കാകെയുള്ളത്. ക്യാമറമാൻ അഫ്സൽ രാജിനോടൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം, പത്തനംതിട്ട.